നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു മണ്ഡലമാണ് പറവൂർ മണ്ഡലം. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. തുടർച്ചയായ 6ാം തവണയും പറവൂർ കോട്ട കാക്കാൻ സതീശനല്ലാതെ മറ്റാരുണ്ട് എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പറവൂരിന്റെ ജനഹൃദയം തൊട്ടറിഞ്ഞ നേതാവ് ആയതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് സതീശൻ. മാത്രമല്ല, സംസ്ഥാനത്ത് UDFന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് VD സതീശൻ പോരിനിറങ്ങുന്നത്. UDFന്റെ തിരിച്ചുവരവും VD സതീശന്റെ രാഷ്ട്രീയ വനവാസ പ്രസ്താവനയുമെല്ലാം വലിയ ചർച്ചയായിരിക്കുകയാണ്. മാത്രമല്ല, കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ വ്യാഴാഴ്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ വിശദമായ പ്രകടന പത്രിക, ജില്ലാ നിർദ്ദിഷ്ട പദ്ധതികൾ, വികസന പദ്ധതികൾ എന്നിവയും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. 100-ലധികം സീറ്റുകളുമായി ടീം UDF തിരിച്ചുവരും. രാഹുൽജി പ്രഖ്യാപിച്ച 5 വാഗ്ദാനങ്ങൾ ഇതിനകം തന്നെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 27 വ്യോമയാന പദ്ധതികൾ, തീരദേശ ഷിപ്പിംഗ്, സാമൂഹ്യ സുരക്ഷാ നടപടികൾ, ആദിവാസി സർവകലാശാല, തൊഴിലുകൾക്കുള്ള പദ്ധതികൾ എന്നിവ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ വിശദമായ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും ANIയോട് സംസാരിച്ച സതീശൻ വ്യക്തമാക്കിയിരുന്നു. ജില്ലകൾക്ക് പ്രത്യേകമായി നിരവധി പദ്ധതികളുണ്ട്. കോൺഗ്രസിനും UDFനും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുണ്ട്. സർക്കാരിനെ തുറന്നുകാട്ടുന്നതിനാലാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത്. വെറും പ്രഖ്യാപനമല്ല, കൃത്യമായ പദ്ധതികളാണ് ഞങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം UDFന്റെ വെല്ലുവിളിയെ നേരിടുന്നതിനൊപ്പം തന്നെ VD സതീശനെ പറവൂർ മണ്ഡലത്തിൽ തളച്ചിടുക എന്ന ലക്ഷ്യവും LDFനുണ്ട്. പറവൂരിൽ VD സതീശനെ LDF സ്ഥാനാർത്ഥിയായി CPIയുടെ ET ടൈസൺ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. കയ്പമംഗലം MLA ആണ് ET ടൈസൺ മാസ്റ്റർ. തൃശൂർ ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള പശ്ചാത്തലമാണ് അദ്ദേഹം മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമായത്. പറവൂർ മണ്ഡലത്തിൽ ഇത്തവണത്തെ പോരാട്ടം അത്യന്തം വാശിയേറിയതാണ്. 2001 മുതൽ VD സതീശന്റെ കോട്ടയാണ് പറവൂർ. ഓരോ തിരഞ്ഞെടുപ്പിലും തന്റെ ഭൂരിപക്ഷം ഉയർത്തിയാണ് അദ്ദേഹം മണ്ഡലത്തെ തന്നോടൊപ്പം നിർത്തുന്നത്. 2001 വെറും 2734 വോട്ടിന് ജയിച്ച അദ്ദേഹം 2021 ഭൂരിപക്ഷം 21,301 എത്തിക്കുകയും ചെയ്തു. അതേസമയം LDFൽ CPI മത്സരിക്കുന്ന സീറ്റാണിത്. പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഇറക്കിയിട്ടും സതീശനെ പിടിച്ചുകെട്ടാൻ ഇതുവരെ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. 2016 മുതൽ NDA പറവൂർ മണ്ഡലത്തിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 BDJSലെ ഹരി വിജയൻ 28,000-ലധികം വോട്ടുകൾ സ്വന്തമാക്കിയത് വലിയ വാർത്തയായിരുന്നു. 2001 CPIയുടെ P രാജുവിനെ 2,700-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് സതീശൻ പറവൂരിലെ തന്റെ ജൈത്രയാത്ര തുടക്കമിട്ടത്. 2006 CPIയുടെ KM ദിനകരെ 7,700-ലധികം വോട്ടുകൾക്കും 2011 പന്ന്യൻ രവീന്ദ്രനെ 11,000-ലധികം വോട്ടുകൾക്കും സതീശൻ പരാജയപ്പെടുത്തി. 2016 എത്തിയപ്പോഴേക്കും സതീശന്റെ ഭൂരിപക്ഷം വീണ്ടും ഉയർന്ന് 20,000-ലേക്ക് എത്തി. CPI സ്ഥാനാർത്ഥിയായിരുന്ന ശാരദാ മോഹനെ 20,634 വോട്ടുകൾക്കാണ് സതീശൻ പരാജയപ്പെടുത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സതീശൻ വീണ്ടും ഭൂരിപക്ഷം ഉയർത്തുകയും MT നിക്സണെ 21,301 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു. 2001 മുതൽ 2021 വരെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സതീശൻ തനിക്ക് ലഭിക്കുന്ന വോട്ടുകളും ഭൂരിപക്ഷവും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും കൊടുമ്പിരി കൊണ്ടുള്ള പ്രചാരണങ്ങളുമായി മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളുമെല്ലാം വോട്ടാകുമെന്നാണ് UDF ക്യാമ്പിന്റെ വിശ്വാസം. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് LDF പ്രചാരണം. തുടർച്ചയായ 3ാം വിജയം ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനം നിയമസഭയിലും ആവർത്തിക്കാനായാൽ ഭരണം പിടിക്കുക എന്നത് വെല്ലുവിളിയാകില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. മറുഭാഗത്ത് തൃശൂരിലെയും തിരുവനന്തപുരത്തെയും നേട്ടങ്ങൾ മറ്റിടങ്ങളിൽ കൂടി ആവർത്തിക്കുകയാണ് NDAയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.